ഹായ് ആൾ NV ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള പക്ഷെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിംപിളസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, വേറെ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ജനറ്റിക്സ് എന്നൊക്കെ ഉപയോഗിക്കാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ധാരാളം പഠിക്കാനുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 13-14 NCERT പേജുകളുണ്ട് പഠിക്കാൻ. അപ്പൊ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ പറയട്ടെ. ഒരു പേന വേണം, ഒരു നോട്ട്ബുക്ക് വേണം. പറയുന്നത് കുറെ ജനറ്റിക് ടേമുകളായിരിക്കും, ക്രോസുകളായിരിക്കും. അപ്പോൾ ഓരോ സമയത്ത് ചെയ്യുമ്പോൾ നിങ്ങളും സ്വന്തമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇടക്കിടക്ക് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന ബോർഡിൽ ചെയ്യുന്ന വർക്കുകളൊന്ന് നോട്ട്ബുക്കിൽ ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ രസകരമായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിലേക്ക്. അപ്പൊ നമുക്ക് ആരംഭിക്കാം ചാപ്റ്റർ വീണ്ടും ഓർമ്മിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. ഓരോ എപ്പിസോഡുകളും കട്ട് ചെയ്യാതെ, ഫോർവേഡ് അടിക്കാതെ ഒരു ലൈനും ലെങ്തും കേട്ടിട്ട് മാത്രം പോവുക. കയ്യിൽ പേന കരുതുക, നോട്ട്ബുക്ക് കരുതുക. ഞാൻ ചെയ്യുന്ന കുറെ ക്രോസുകളൊക്കെ ഉണ്ട്. ആ ക്രോസുകളൊക്കെ ഓൺ ദ സ്പോട്ട് ആയിട്ട് ചെയ്യുക. ഞാൻ സ്പീഡിൽ പോവാണെങ്കിൽ പോസ് ചെയ്യുക, ബാക്ക്വേർഡ് അടിക്കാം, റിവൈൻഡ് അടിക്കാം, ഫോർവേഡ് അടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു മക്കളെ? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയും അല്ലെ. That what we call as in the genetics. മലയാളത്തിൽ പറയും ജനിതക ശാസ്ത്രം എന്ന് പറയും. എന്താണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ്, എന്താണ് വേരിയേഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇൻഹെറിറ്റൻസ്? ഒരച്ഛൻ, ഒരമ്മ, അവർക്കൊരു കുഞ്ഞാവുണ്ടായി. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി കുഞ്ഞാവുണ്ടായി. ഇങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന കുഞ്ഞുവാവുകളെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഓസ്പ്രിംഗ് എന്ന് വിളിക്കാം. ഓസ്പ്രിംഗ് എന്ന് വിളിക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്ലോണുകൾ എന്ന് വിളിക്കും. ക്ലോൺസ് എന്ന് വിളിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഓഫ് സ്പ്രിംഗ് എന്ന് വിളിക്കാം. ഇനി ജെനറ്റിക്സിലൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോജനീസിനെ ഒക്കെ എന്തായിരിക്കും വിളിക്കുക? ഓഫ് സ്പ്രിങ്ങുകൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ എപ്പിസോഡിൽ ഫുള്ള് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ചാപ്റ്ററിൽ ഉള്ളത് തന്നെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ജെനറ്റിക്സ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എന്താണ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്? ഒരച്ഛനുണ്ട്, ഒരമ്മയുണ്ട്. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് ഫലമായി, അമ്മ കാണിക്കാൻ മുടിയൊക്കെ വരക്കട്ടെ, അമ്മയെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവർ സെക്ഷൽ റീപ്രൊഡക്ഷന് ഫലമായി കുഞ്ഞാവുണ്ട്. ഈ കുഞ്ഞാവിനെ നമുക്ക് വിളിക്കാം ഓഫ് സ്പ്രിംഗ് എന്ന് വിളിക്കാം. ഈ ഓഫ് സ്പ്രിംഗിന് ആരുടെ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക? അടുത്ത പോയിന്റ്, ക്യാരക്ടർ എന്നുള്ള പദം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്വഭാവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്യാരക്ടറിന് മറ്റൊരു പദം നിങ്ങൾക്ക് വിളിക്കാം ട്രെയിറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ ജെനറ്റിക്സിൽ ട്രെയിറ്റ് എന്നോ ക്യാരക്ടർ എന്നോ കണ്ടാൽ മനസ്സിലാക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. ക്യാരക്ടർ സ്വഭാവം, ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പൊ ഈ കുഞ്ഞുവാവൊക്കെ അല്ലെങ്കിൽ ഈ ഓസ്പ്രിംഗ്, എന്തായിരുന്നു ഓസ്പ്രിംഗ്? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഓസ്പ്രിങ്ങുകൾ എന്ന് വിളിക്കും. അപ്പൊ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നമ്മൾ എന്ത് വിളിച്ചു? ക്ലോണുകൾ എന്ന് വിളിച്ചു അല്ലെ. അപ്പൊ ഈ കുഞ്ഞുവാവയ്ക്ക്, ഈ ഓസ്പ്രിങ്ങിന് അച്ഛന്റെ സ്വഭാവം ഉണ്ടാവും, അമ്മയുടെ സ്വഭാവം ഉണ്ടാവും. അച്ഛന്റെ ചില സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ ചില സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എന്ത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ചിലപ്പോൾ അച്ഛന്റെ അതേ മൂക്കായിരിക്കും, അമ്മയുടെ അതേ കണ്ണുകളായിരിക്കും. അങ്ങനെ അച്ഛന്റെ ക്യാരക്ടറും കിട്ടുന്നുണ്ട്, അമ്മയുടെ ക്യാരക്ടറും കിട്ടുന്നുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷനിലേക്ക് നോക്കാം. എന്താണ് ഇൻഹെറിറ്റൻസ്? ഇറ്റ് ഈസ് ദ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്, ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പാരന്റ്സ് ടു പ്രോജനി. പാരന്റ്സിൽ നിന്ന് പ്രോജനിലേക്ക് ക്യാരക്ടേഴ്സ് ഇങ്ങനെ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് എന്ത്? ഹെറിഡിറ്റി എന്ന് പറയും. ഹെറിഡിറ്റിയുടെ ബേസിസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ഹെറിഡിറ്റിയുടെ മലയാളം? ഹെറിഡിറ്റിയുടെ മലയാളം എന്തായിരുന്നു അറിയോ? ഹെറിഡിറ്റിയുടെ മലയാളം എന്താണ്? പാരമ്പര്യം. അപ്പൊ പാരമ്പര്യത്തിന്റെ
അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഒരച്ഛനും ഒരമ്മയും എന്തുകൊണ്ട് ആനിമൽസിനെ മറ്റു ജീവികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്റി. ഒരു ആനക്ക് എന്തുകൊണ്ട് മാനോ ആട്ടിൻകുട്ടികളോ ഉണ്ടാവുന്നില്ല? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്റി. സോ ഇറ്റ് ഈസ് എ process by which characters are passed on from parents to progeny. പാരന്റ്സിൽ നിന്നും പ്രോജനിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഹെറിഡിറ്റിയുടെ മലയാളം എന്തായിരുന്നു? പാരമ്പര്യം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി വേറെ ഡെഫിനേഷൻ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡെഫിനേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡെഫിനേഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് an offspring to resemble their parents. It is a tendency of an offspring. എന്തായിരുന്നു മക്കളെ ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ? സെക്സൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞിന് അച്ഛന്റെ സ്വഭാവം ഉണ്ടാവും, അമ്മയുടെ സ്വഭാവം ഉണ്ടാവും. That tendency of an offspring to resemble their parents. പാരന്റ്സിന്റെ ക്യാരക്ടർ കാണിക്കാനുള്ള ഈ കുഞ്ഞുവാവയുടെ ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യത്തെ വാക്ക് പഠിച്ചു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പഠിച്ചു? ഇൻഹെറിറ്റൻസിനെയും വാരിയേഷനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ്. മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ജനിതക ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് ബോറിംഗ് ആണ് ആദ്യത്തെ സെഷൻ, പിന്നീട് നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. കയ്യിൽ പേന വേണം, പുസ്തകം എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. എന്താണ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസിന്റെ ബേസിസ് ഓഫ് ഹെറിഡിറ്റി ഏതാണ്? ഇൻഹെറിറ്റൻസിന്റെ ബേസിസ് എന്താണ്? ഹെറിഡിറ്റി എന്നുള്ള കാര്യം ആലോചിക്കുക. എന്താണ് ഇൻഹെറിറ്റൻസ്? ഇറ്റ് ഈസ് ദ process by which characters are passed on from parents to progeny. പാരന്റ്സിൽ നിന്നും പ്രോജനിലേക്ക് ക്യാരക്ടേഴ്സ്, ഈ അച്ഛന്റെ സ്വഭാവം എത്തുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം എത്തുന്നുണ്ട്. That process is called inheritance എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറെ ഡെഫിനിഷൻ പറയാം, it is a tendency of an offspring to resemble their parents. Tendency of an offspring to resemble their parents. So an inheritance is the basis of heredity. ഹെറിഡിറ്റിയുടെ ബേസിസ് ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക എന്താണ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ ക്യാരക്ടേഴ്സ് എത്തിയതിന്റെ ഫലമായിട്ടാണ് പാരമ്പര്യം നിലനിന്ന് പോകുന്നത് അല്ലെ. ആനയുടെ കുഞ്ഞിന് ആനക്കുട്ടി എന്നാണ് പറയാല്ലേ അല്ലെ. പിന്നെ ലയൺ ഉണ്ടാകുന്നത് ടൈഗർ അല്ല, ലയൺ ഉണ്ടാകുന്നത് ലയൺ തന്നെയാണ്. മനുഷ്യൻ ഉണ്ടാകുന്നത് പൂച്ചക്കുട്ടിയല്ല, മനുഷ്യൻ ഉണ്ടാകുന്നത് മനുഷ്യൻ തന്നെ. ഇറ്റ് ഈസ് ഡ്യൂ ടു, അതിന് കാരണം എന്താണ്? ഹെറിഡിറ്റി ആണ്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അതിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ പഠിക്കട്ടെ. ക്യാരക്ടറിന്റെ മറ്റൊരു പദം എന്താണ്? ട്രെയ്റ്റ്. ക്യാരക്ടറിന്റെ മറ്റൊരു പദം എന്താണ്? ട്രെയ്റ്റ് എന്നുള്ള കാര്യം പഠിക്കുക. എന്തായിരുന്നു ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ? ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ പ്രോജനീസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വാരിയേഷനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു. എന്താണ് വാരിയേഷൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ടെൻഡൻസി ഓഫ് an offspring to differ from the parents. വ്യക്തമാക്കി തരാം. ഒരച്ഛൻ ഒരമ്മ, അവർക്കൊരു കുഞ്ഞുണ്ടായി. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു മക്കളെ? ഓഫ്സ്പ്രിങ്ങുകൾ എന്ന് വിളിച്ചു അല്ലെ. ജെനറ്റിക്സിലെ പദങ്ങളാണ് ഓഫ്സ്പ്രിങ്. ഈ കുട്ടിക്ക് അച്ഛന്റെ സ്വഭാവമുണ്ട്, അമ്മയുടെ സ്വഭാവമുണ്ട് അല്ലെ. അച്ഛന്റെ സ്വഭാവമുണ്ട്, അമ്മയുടെ സ്വഭാവമുണ്ട്. സോ ക്യാരക്ടേഴ്സ് ആർ transmitted from parents to progeny. That process is called in the inheritance. ആ ഇൻഹെറിറ്റൻസിന്റെ ബേസിസ് ഏതായിരുന്നു? It is the basis of heredity. Inheritance is the basis of heredity എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ചിലപ്പോൾ ഈ കുഞ്ഞിന് അച്ഛന്റെ സ്വഭാവത്തിൽ നിന്നും അമ്മയുടെ സ്വഭാവത്തിൽ നിന്നും ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അച്ഛന്റെ സ്വഭാവം ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെന്ന് വിചാരിക്കുക, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെന്ന് വിചാരിക്കുക. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ആണല്ലോ, സ്വഭാവം. ക്യാരക്ടേഴ്സിന്റെ മറ്റൊരു പദം എന്തായിരുന്നു? ട്രെയ്റ്റുകൾ എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ്. കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എ ആകുള്ളൂ. ഒന്നുകിൽ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് എ ആവുകയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ? അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് കുറിച്ച് നമ്മൾ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ കുട്ടിക്ക് അച്ഛന്റെ സ്വഭാവമില്ല, അമ്മയുടെ സ്വഭാവമില്ല. സോ ദ ടെൻഡൻസി ഓഫ് an offspring to differ from the parent. പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു ആര്? ഓഫ്സ്പ്രിംഗ്. അപ്പൊ അച്ഛന്റെ ക്യാരക്ടറും അല്ല ഇത്, അമ്മയുടെ ക്യാരക്ടറും അല്ല. അച്ഛന്റെ ക്യാരക്ടറിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ ക്യാരക്ടറിൽ നിന്ന് വ്യതിചലിക്കുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എന്തു മക്കളെ? വാരിയേഷൻ. സോ tendency of an offspring to differ from the parent, to
differ from the parent is called variation. To resemble their parent is called inheritance. So പാരമ്പര്യത്തെക്കുറിച്ചും ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വ്യതിയാനത്തെക്കുറിച്ചും വാരിയേഷനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മക്കളെ എന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതാണ് എന്തുകൊണ്ടാണ് വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഈ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വാരിയേഷൻ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് വാരിയേഷൻ. ഒന്ന് ക്രോസിംഗ് ഓവറും, രണ്ട് മ്യൂട്ടേഷൻ. എന്താണ് ഈ സാധനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യും. ക്രോസിംഗ് ഓവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മിയോസിസ് ഒന്നിലെ പ്രോഫേസ് ഒന്നിലെ പാക്കിറ്റീൻ സ്റ്റേജിൽ വെച്ചാണ് ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തുന്നത്. ആ ജീനുകളുടെ കൈമാറ്റത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രോസിംഗ് ഓവർ. ആ ക്രോസിംഗ് ഓവർ നടന്നാൽ എന്തിന് കാരണമാകുന്നു? വേരിയേഷൻ. മ്യൂട്ടേഷൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഉൽപരിവർത്തനം എന്നൊക്കെയാണ് മലയാളത്തിൽ. ജീനുകളിൽ വ്യതിയാനം സംഭവിക്കുക. അതിന് മ്യൂട്ടേഷന്റെ ഫലമായിട്ടും വേരിയേഷൻ സംഭവിക്കും, ക്രോസിംഗ് ഓവറിന്റെ ഫലമായിട്ടും വേരിയേഷൻ സംഭവിക്കും. ഈ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ചാപ്റ്ററിന് തുടക്കത്തിൽ അപ്പൊ ഞാൻ പറയും, വേറൊരു എപ്പിസോഡ് ചാപ്റ്ററിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു വേരിയേഷന് രണ്ട് കാരണങ്ങൾ ഏതൊക്കെ, ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷൻ പറഞ്ഞിരുന്നു എന്ന് പറയും. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കുക. ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും എന്തിനു കാരണമാകുന്നു? വേരിയേഷന് കാരണമാകുന്നു. ക്രോസിംഗ് ഓവർ എപ്പോഴാണ് സംഭവിക്കുക? മിയോസിസ് ഒന്നിലെ പ്രോഫേസ് ഒന്നിലെ പാക്കിറ്റീൻ സ്റ്റേജിൽ വെച്ചാണ് നടക്കുക എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കുക. സോ വാട്ട് യു മീൻ ബൈ ഇൻഹെറിറ്റൻസ്? ടെൻഡൻസി ഓഫ് an offspring to resemble their parent is called inheritance. To differ from the parent is called വേരിയേഷൻ. പാരന്റിൽ നിന്ന് വ്യതിചലിക്കുന്ന ക്യാരക്ടറിനെ വിളിക്കുന്ന പേര്. ചിലപ്പോ കുഞ്ഞിന് അച്ഛന്റെ ക്യാരക്ടർ ഉണ്ടാവില്ല, അമ്മയുടെ ക്യാരക്ടർ വേറൊരു ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും. അച്ഛന്റെ മുടിയല്ല കിട്ടിയത്, അമ്മയുടെ മുടിയല്ല കിട്ടിയത്, വേറെ ടൈപ്പ് ക്യാരക്ടർ. ഇറ്റ് ആൾസോ എന്തൊരു എക്സാമ്പിൾ ആണ്? വേരിയേഷൻ എക്സാമ്പിൾ ആണ്. സോ ടെൻഡൻസി ഓഫ് an offspring to differ from the parent is called variation. Tendency of an offspring to resemble their parent, the resemble സാമ്യത കാണിക്കുക, their parent is from parents is called inheritance. വേരിയേഷൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് ക്രോസിംഗ് ഓവറും, രണ്ട് മ്യൂട്ടേഷനും. ക്രോസിംഗ് ഓവർ നമ്മൾ പഠിച്ചു മിയോസിസ് വണ്ണിലെ പ്രോഫേസ് വണ്ണിലെ പാക്കിറ്റീൻ സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത്. എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ജീനുകളിലുള്ള പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മലയാളത്തിൽ വിളിക്കും ഉൽപരിവർത്തനം എന്ന് പറയും. അതും എന്തിന് കാരണമാകാം? വേരിയേഷന്, മാറ്റങ്ങൾക്ക് കാരണമാകാം. അപ്പൊ വേരിയേഷനെ കുറിച്ചും ഇൻഹെറിറ്റൻസിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ്. ഈ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു പാരഗ്രാഫാണ് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ലൈൻ ബൈ ലൈൻ വായിക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള ചില വേർഡ്സും കാര്യങ്ങളും ബോർഡിൽ എഴുതുന്നതാണ്. ഹ്യൂമൻ ന്യൂ, മനുഷ്യൻ അറിയാമായിരുന്നു, ഫ്രം ആസ് ഏർലി 8000 to 1000 BC, 8000 മുതൽ 1000 BC ഇടയിലെ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് അറിയാമായിരുന്നു that one of the cause of variation പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? വേരിയേഷൻ വ്യതിയാനത്തിന്, സ്വഭാവ വ്യതിയാനത്തിന് പ്രധാനപ്പെട്ട കാരണം was hidden in എന്ത് റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷൻ. was hidden in sexual reproduction. ഈ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടായിരിക്കാം വേരിയേഷൻ ഉണ്ടാകാമായിരുന്നു എന്നുള്ള കാര്യം 8000 BC അന്നത്തെ നാട്ടുകാർക്ക്, അന്നത്തെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു അതിന് കാരണം. ജീനുകളുടെ വ്യതിയാനം എങ്ങനെയാണ്, ക്രോസിംഗ് ഓവർ, മ്യൂട്ടേഷൻ, ദേ ഹാവ് എ ലിറ്റിൽ ഐഡിയ അബൌട്ട്. അവർക്ക് വളരെ കുറഞ്ഞ ഐഡിയകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ച്. സോ human knew from as early 8000 to 1000 BC that one of the cause of variation was hidden in sexual reproduction. Sexual reproduction ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് പറഞ്ഞ വേരിയേഷൻ. എന്നത്തെ ജനതയ്ക്കാണ് മക്കളെ? 8000 to 1000 BC വർഷത്തിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നുണ്ടാവും. They exploited, അവരത് ഉപയോഗിച്ചു. Variation seen in nature, പ്രകൃതിയിൽ കാണുന്ന നല്ല വേരിയേഷൻ, ബെസ്റ്റ് വേരിയേഷൻ ഉപയോഗിച്ചു. നല്ല ചെടികളിൽ ഉണ്ടാകുന്ന നല്ല വേരിയേഷന്, ആനിമൽസ് ഉണ്ടാകുന്ന നല്ല വേരിയേഷൻ ഉപയോഗിച്ചു. ടു സെലക്ട് ഓർഗാനിസം വിത്ത് ഡിസൈറബിൾ ക്യാരക്ടർ, നല്ല ക്യാരക്ടറുള്ള വ്യതിയാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നല്ല പ്രൊഡക്റ്റുകളെ അവർ ഉപയോഗിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴി ഉണ്ടാകുന്ന ഒരു പശുവാണ് മക്കളെ സഹീവാൾ കൗ എന്ന് പറയും. പഞ്ചാബിലെ ധാരാളം മിൽക്ക് തരുന്ന, ധാരാളം റെസിസ്റ്റന്റ് ആയിട്ടുള്ള, പല പാത്തോജനും റെസിസ്റ്റന്റ് ആയിട്ടുള്ള, സ്കിന്നില് പിന്നെ നമ്മളെ കാലാവസ്ഥക്കൊക്കെ ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പശുവാണ് സഹീവാൾ കൗ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താ? വേരിയേഷൻ, ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയാണ് ഇതുണ്ടായത്. എന്താണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ടണിയിൽ പഠിക്കുന്നതാണ്. സോ നമുക്ക് ഈ പശുവിന്റെ പേര് മാത്രം പഠിച്ചാൽ സഹീവാൾ കൗ, ഇറ്റ് ബിലോങ്സ് ടു പഞ്ചാബ്, അത് പഞ്ചാബിലാണെന്ന കാര്യം
മനസ്സിലാക്കുക. ജെനറ്റിക്സിലെ വേർഡ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഉപയോഗിച്ചത്. സോ ഹ്യൂമൻ ന്യൂ മനുഷ്യനെ അറിയാമായിരുന്നു 8000 to 1000 BC 1000 കാലഘട്ടത്തിൽ ബിഫോർ ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുന്നത്തെ കാര്യമായിട്ട് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. നമുക്കറിയാം എന്ത് വൺ ഓഫ് ദ കോസ് ഓഫ് വാരിയേഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. വാരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടെൻഡൻസി ഓഫ് an offspring to differ from the parent. പാരന്റിൽ നിന്നും ചില വ്യതിചലിക്കുന്ന സ്വഭാവമാണ്. ചിലപ്പോൾ ആ വ്യതിചലിച്ചതിന്റെ ഫലമായിട്ട് നല്ല ക്യാരക്ടർ ആ പ്രോജനിയിൽ ഉണ്ടാകാം. ആ നല്ല ക്യാരക്ടർ പ്രോജനിയിൽ ഉണ്ടാകുന്ന നല്ല ക്യാരക്ടർ സെലക്ട് ചെയ്തു. ആര് സെലക്ട് ചെയ്തു? മനുഷ്യന്മാർ സെലക്ട് ചെയ്തു വിത്ത് ഡിസൈബിൾ. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് സഹീവാൾ കൗ. ധാരാളം പാല് തരുന്നതാണ്. ആൻസിസ്ട്രൽ കൗ സ്റ്റോക്ക് എടുത്തതാണത്. ഇറ്റ് ബിലോങ്സ് ടു പഞ്ചാബ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ഓടിച്ചു വായിക്കാം എന്താണ് ജെനറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. പാരമ്പര്യത്തെ കുറിച്ചും വ്യതിയാനത്തെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടർ ഫ്രം പാരന്റ്സ് ടു പ്രോജനി. പാരന്റ്സിൽ നിന്ന് പ്രോജനിലേക്ക് ക്യാരക്ടേഴ്സ്. വൈകിൽ വേറെ ഡെഫിനേഷൻ പഠിച്ചു. ദ ടെൻഡൻസി ഓഫ് an offspring to resemble their parent is called എന്ന് പറഞ്ഞു. പിന്നെ ഇൻഹെറിറ്റൻസ് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞു. ടെൻഡൻസി ഓഫ് an offspring to differ from the parent is called എന്ത്? വാരിയേഷൻ എന്ന് പറഞ്ഞു. പാരന്റിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാരിയേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ വാരിയേഷൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോയിൽ എടുക്കും. വാരിയേഷൻ രണ്ട് കാരണങ്ങൾ, ഒന്ന് ക്രോസിംഗ് ഓവർ, രണ്ട് മ്യൂട്ടേഷൻ. ഇങ്ങനെ ക്രോസിംഗ് ഓവറിന് മ്യൂട്ടേഷന് ഫലമായിട്ട് വാരിയേഷൻ ഉണ്ടാവുന്നു പഠിച്ചു. അതിനുശേഷം പിന്നെ ഒരു ഡെഫിനിഷൻ പഠിച്ചു. 8000 BC കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു വാരിയേഷൻ പ്രകൃതിയിൽ കാണുന്ന വാരിയേഷൻ ജീവികൾ കാണുന്നു. വാരിയേഷന് പ്രധാനപ്പെട്ട കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അങ്ങനെ നല്ല വാരിയേഷന്, അവർക്ക് മനുഷ്യന് ഉപകാരപ്രദമാകുന്ന വാരിയേഷനെ അവർ സെലക്ട് ചെയ്യുകയും അവർ വളർത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് സഹീവാൾ കൗ. അത് എവിടെയുള്ളതാണ്? പഞ്ചാബിലുള്ളതാണ്. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെനറ്റിക്സിന്റെ ഉള്ളറകളിലേക്ക് കടക്കാണ്. ജെനറ്റിക്സ് ടേംസ്, ജെനറ്റിക്കിലെ ചില പദങ്ങളും പദപ്രയോഗങ്ങളും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഓരോ ക്ലാസ്സും മനസ്സിലായതിനു ശേഷം മാത്രമേ അടുത്ത എപ്പിസോഡിലേക്ക് പോകാൻ പറ്റൂ. നേരെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എപ്പിസോഡിലേക്ക് ചാടരുത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില ജെനറ്റിക് ടേംസ് ആണ്. ആദ്യത്തെ ജെനറ്റിക് ടേം ആണ് അലീലുകൾ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ. ഒരു ജീനിന്റെ മറ്റൊരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് എ ജീൻ, അങ്ങനെ വിളിക്കാം. എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് എ ജീൻ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ. ജീൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. DNA, ഒരു DNA ചിത്രം എന്ന് വിചാരിക്കുക. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ എങ്ങനെ മനസ്സിലാകാൻ വേണ്ടി നേരെ വയ്ക്കുക. ആ DNA ഒരു കഷ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഓക്കെ, DNA ഒരു കഷ്ണത്തെ വിളിക്കുന്ന പേരാണ് ജീൻ. അതൊരു സ്വഭാവത്തെ കോഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ചില സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന DNA കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ജീനുകൾ എന്ന് പറയും. അപ്പൊ ഏതൊരു സ്വഭാവത്തെയും നിയന്ത്രിക്കാൻ മക്കളെ രണ്ട് അലീലുകൾ ഉണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. ടോൾ പ്ലാന്റ്. ഈ ടോൾ പ്ലാന്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാൻ രണ്ട് അലീലുകൾ ഉണ്ടാവും. അതൊന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ടി ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ സാധനം പറഞ്ഞുതരാം. അടുത്ത ഡ്വാർഫ് പ്ലാന്റ്, ഉയരം കുറഞ്ഞ ചെടി. ഇതെന്താ? ഉയരം കൂടിയ ചെടി എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാൻ രണ്ട് അലീലുകൾ ഉണ്ടാവും. ആ രണ്ട് അലീലുകളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതൊക്കെ ജീനുകളാണ്. ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ഈസ് കാൾഡ് എന്ത്? അലീൽ എന്ന് പറയും. ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ഈസ് കാൾഡ് അലീൽ. ഏതൊരു സ്വഭാവത്തെ സൂചിപ്പിക്കാനും രണ്ട് അലീലുകൾ വേണം. അപ്പൊ ഇതൊരു അലീലാണ്. അപ്പൊ രണ്ട് അലീലുകൾ വന്നപ്പോൾ എന്ത് സ്വഭാവമായി? ടോൾ പ്ലാൻ. ഇങ്ങനെ വന്നപ്പോഴും എന്ത് സ്വഭാവമായി? ടോൾ പ്ലാൻ. പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. അടുത്തത് എന്ത് പ്ലാന്റ് ആണ്? ഡ്വാർഫ് പ്ലാന്റ്. അപ്പൊ ഈ ഡ്വാർഫ് പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീലുകളാണ് സ്മോൾ ടി എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഇത് ടി എന്ന് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വായിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇതിലെ ഓരോ അക്ഷരത്തെയും വിളിക്കുന്ന പേരാണ് മക്കളെ അലീലുകൾ എന്ന് വിളിക്കും. അലീലുകൾ. അപ്പൊ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ വേണം? രണ്ട് അലീലുകൾ വേണം. ഈ സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീനോടൈപ്പ് എന്ന് വിളിക്കും.
ഫീനോടൈപ്പ്. അപ്പൊ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ഫീനോടൈപ്പ്. വിസിബിൾ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം. ഫിസിക്കൽ അപ്പം ഉയരം കൂടിയ ചെടി, ഉരുണ്ട വിത്തുള്ള ചെടി, അങ്ങനെ റൗണ്ട് സീഡ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ റൗണ്ട് സീഡ്, ഉരുണ്ട വിത്ത്. ഉരുണ്ട വിത്ത് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീനോടൈപ്പ് എന്ന് വിളിക്കും. അതിന് നമ്മൾ എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് എഴുതാം. ഇതിൽ ഓരോ അക്ഷരങ്ങളെയും വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത് അലീൽ. അപ്പൊ എന്താണ് അലീൽ? ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ എന്ന് പറയും. ജീനുകളുടെ മറ്റൊരു ഫോം, അല്ലെങ്കിൽ എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് എ ജീൻ. അപ്പൊ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ വേണം, എത്ര അക്ഷരങ്ങൾ വേണം? 2 അക്ഷരങ്ങൾ വേണം. ആ അക്ഷരങ്ങൾ വിളിക്കുന്ന പേരാണ് അലീൽ. അലീലിന്റെ ഡെഫിനിഷൻ എന്താണ്? ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ എന്ന് പറയും. ഇതിൽ ഈ സ്വഭാവങ്ങളെ, ഈ ക്യാരക്ടർ, റൗണ്ട് സീഡ്, ഡ്വാർഫ് പ്ലാന്റ്, ടാൾ പ്ലാന്റ് എന്നുള്ള ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അത് ജനിതക രൂപത്തിൽ, അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്ന് വിശ്വസിക്കുന്നു. ഡ്വാർഫ് പ്ലാന്റ്, ടാൾ പ്ലാന്റ്, റൗണ്ട് സീഡ് എന്നൊക്കെ പറയുന്നത് സ്വഭാവങ്ങളല്ലേ? ആണ്. ഈ സ്വഭാവങ്ങളെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. വിസിബിൾ ക്യാരക്ടർ ഓഫ് എൻ ഓർഗാനിസം. ഉദാഹരണം, നീല കണ്ണുള്ള, ബ്ലൂ ഐ, ബ്ലാക്ക് ഐ, പിന്നെ കേളി ഹെയർ, നീളമുള്ള മനുഷ്യൻ, ഉരുണ്ട വിത്ത്, അങ്ങനെ ക്യാരക്ടറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോടൈപ്പ്. ഡെഫിനിഷൻ എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം. ഈ ഒരു സ്വഭാവത്തെ, ഈ ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് എത്ര അലീലുകളാണ്? 2 അലീലുകൾ. ഇതൊരലീൽ, ഇതൊരലീൽ. ഈ സ്വഭാവത്തെ, ഈ ഫീനോടൈപ്പിനെ കൺട്രോൾ 2. ഇങ്ങനെ ഇത് അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിനെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ജീനോടൈപ്പ്. ഈ ക്യാരക്ടറുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ നിങ്ങൾ ചുക്കി ചുളുങ്ങിയ സീഡ്, റിങ്കിൾഡ് സീഡ്, ചുക്കി ചുളുങ്ങിയ സീഡ്. ഇതെന്താ? ഉയരം കൂടിയ ചെടി, ഉയരം കുറഞ്ഞ ചെടി, ഉരുണ്ട വിത്ത്, ചുളുങ്ങിയ വിത്ത്, സീഡർ വിത്ത്. ഇതൊരു സ്വഭാവമാണ്. ഇത് ജീനോടൈപ്പ് ആണോ ഫീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ്. ഇതൊരു ക്യാരക്ടറാണ്. അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? ഫീനോടൈപ്പ്. കറുത്ത മനുഷ്യൻ, വെളുത്ത മനുഷ്യൻ, അല്ലെ, പിന്നെ ബ്ലൂ ഐ, അതൊക്കെ ഫീനോടൈപ്പുകൾ എന്നാണ് പറയുക. ഫീനോടൈപ്പുകൾ, ദ വിസിബിൾ ക്യാരക്ടർ ഓഫ് എൻ ഓർഗാനിസം, ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ അതിന് അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പുകൾ എന്ന് വിളിക്കും. അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഇനി ഇങ്ങോട്ട് നോക്കൂ. റിങ്കിൾഡ് സീഡ് എങ്ങനെ എഴുതാറുള്ളത് അറിയാം? സ്മോൾ ആർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് കുറെ അങ്ങനെ, കുറെ ഇങ്ങനെ, അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം എന്താണ് ഫീനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ്? ജനറ്റിക് ടേമുകളെ കുറിച്ചാണ്. അല്ല, ആദ്യം എന്താണ് അലീലുകൾ എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ. ഒരു ജീന് ജീനുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ആ ജീനുകളുടെ മറ്റൊരു രൂപം, ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീനാണ് അലീലുകൾ എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ എത്ര അലീലുകൾ ഉണ്ടാവും? 2 അലീലുകൾ ഉണ്ടാവും. ആ അലീലുകൾ നമ്മൾ എഴുതുന്ന രൂപത്തെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറുകളെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിങ്കിൾഡ് സീഡ് എന്താണ്? ഫീനോടൈപ്പ് ആണ്. അതിനെ സ്മോൾ ആർ എന്ന് എഴുതിയാൽ അതിനെന്താ വിളിക്കുക? ജീനോടൈപ്പ് എന്നാണ് വിളിക്കുക. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഈ സ്വഭാവം നോക്കൂ. ടാൾ പ്ലാന്റ്, ഉയരം കൂടിയ ചെടി, അത് ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ്. ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെ അല്ലേ? അതെ, ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെ ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗസ് എന്ന് വിളിക്കും. ഹോമോസൈഗസ് എന്ന് വിളിക്കും. ഇത് ഹോമോസൈഗസ് ആണോ? അല്ല. ഇത് ഹോമോസൈഗസ് ആണോ? അതെ. ഇത് ഹോമോസൈഗസ് ആണോ? അതെ. ഇത് ഹോമോസൈഗസ് ആണോ? അല്ല. ഇത് ഹോമോസൈഗസ് ആണോ? അതെ. അപ്പോൾ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെ ആയാൽ അതിനെ വിളിക്കുന്ന പേരാ ഹോമോസൈഗസ്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന, ഡ്വാർഫ് പ്ലാന്റിനെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെ ആയി, അപ്പൊ ഇത് ഹോമോസൈഗസ് ആണ്, ഇത് ജീനോടൈപ്പ് ആണ്, ഇത് ഫീനോടൈപ്പ് ആണ്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഇവിടെ ഒരേപോലെ ആണോ? അല്ല. ഒന്ന് ക്യാപിറ്റൽ ആർ ആണ്, ഒന്ന് സ്മോൾ ആർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ
ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കും. ഹെറ്ററോസൈഗസ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അലീൽസ് ആർ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ. ദ വിസിബിൾ അല്ലെങ്കിൽ ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം ഈസ് കാൾഡ് ഫീനോടൈപ്പ്. ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഈസ് കാൾഡ് ജീനോടൈപ്പ്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു ജീനിന്റെ അലീലുകൾ രണ്ടും ഒരേപോലെയായി അതിന് വിളിക്കും ഹോമോസൈഗസ്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ട് അലീലുകളും ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് എന്ന കാര്യം മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ ജെനറ്റിക്സിന്റെ ടേമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ പറ എന്താണ് ഇത്? ഹോമോസൈഗസ് ആണോ, ഇത് ഹെറ്ററോസൈഗസ് ആണോ, ഇത് ജീനോടൈപ്പ് ആണോ, ഇത് ഫീനോടൈപ്പ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ടാൾ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ടാൾ പ്ലാന്റ് ഒരു ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ് ആണ്. ഇതിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയൊക്കെ എഴുതാം? ക്യാപിറ്റൽ ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. ഇതെന്താ സാർ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഡ്വാർഫ് പ്ലാന്റ്. ഡ്വാർഫ് പ്ലാന്റ്, ഈ ഡ്വാർഫ് പ്ലാന്റ് എങ്ങനെ എഴുതാം? സ്മോൾ ടി എന്ന് എഴുതാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ജീനോടൈപ്പ്, ഫീനോടൈപ്പ്. ഇവിടെ ഒരു സ്വഭാവത്തെ, ടാൾ പ്ലാന്റ് എന്ന് പറയുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ട് അലീലും ഒരേപോലെയല്ലേ? So what we called as homozygous എന്ന് വിളിക്കുന്നവരാ ഹോമോസൈഗസ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു നോക്കാം, റൗണ്ട് സീഡ്, ഉരുണ്ട വിത്തുള്ളത്. ഇത് ഫീനോടൈപ്പ് ആണോ ജീനോടൈപ്പ് ആണോ? ഫീനോടൈപ്പ്. ഇതിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ടല്ലിൽ ക്യാപിറ്റൽ ആർ ആകാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ടോളിന്റെ ടി ആണ് ഇട്ടത്. അപ്പൊ ഇത് ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ്. ഇതെന്താണ്? ജീനോടൈപ്പ്. ഇതെന്താണ്? ഫീനോടൈപ്പ്. ഇനി അടുത്ത ചുക്കി ചുളുങ്ങിയ സീഡ്, റിങ്കിൾഡ് സീഡ്. ഈ റിങ്കിൾഡ് സീഡ് നമ്മൾ എങ്ങനെ എഴുതാം? സ്മോൾ ആർ എന്ന് എഴുതാം. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ എഴുതുന്ന അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതാണ് ജനറ്റിക്കിന്റെ രൂപത്തിൽ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഈസ് കാൾഡ് ജീനോടൈപ്പ്. ഇതിനെ വിളിക്കുന്ന പേര് ജീനോടൈപ്പ്, ഇതിനെ വിളിക്കുന്ന പേര് ഫീനോടൈപ്പ്. ഇനി നോക്കൂ, ഈ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന രണ്ട് അലീലും ഒരേപോലെ അല്ലേ? അതിന് വിളിക്കാം ഹോമോസൈഗസ്. വ്യത്യസ്തമല്ലേ? ഹെട്രോസൈഗസ്. ഹോമോസൈഗസ്, ഹെട്രോസൈഗസ്, ഹോമോസൈഗസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. സോ ഇനി കുറേ ടേമുകളും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. വളരെയധികം എളുപ്പമുള്ള ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത് ജനറ്റിക്സ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറ്റിക് ടേമുകളിൽ കുറെ ടേമുകൾ പഠിച്ചില്ല, അതിന്റെ ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ, അലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ, ഒരു ജീന്റെ മറ്റൊരു രൂപം. അതെങ്ങനെയൊക്കെ ആയിരിക്കും മക്കളെ? ഒന്നുകിൽ ക്യാപിറ്റൽ ടി ആകാം, ക്യാപിറ്റൽ ആർ ആകാം, സ്മോൾ ആർ ആകാം, പിന്നെ സ്മോൾ ടി ആകാം. ഇതിലെ ഓരോ അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? അലീലുകൾ എന്ന് പറയുന്നത്. അടുത്ത ഫീനോടൈപ്പ്, ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ഫീനോടൈപ്പ്. അത് ഏതൊക്കെയാകാം? ഒന്നുകിൽ എന്താകാം? സ്വഭാവങ്ങൾ, ടാൾ പ്ലാന്റ് ആകാം, അല്ലെങ്കിൽ ബ്ലൂ ഐ ആകാം, അല്ലെങ്കിൽ പിന്നെ ഡ്വാർഫ് പ്ലാന്റ് ആകാം. ഇങ്ങനെ ഈ ക്യാരക്ടറുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫീനോടൈപ്പ്, ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം എന്ന് പറയുന്നത്. അടുത്തത് ജീനോടൈപ്പ്, ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഈസ് കാൾഡ് ജീനോടൈപ്പ്. ഈ ഫീനോടൈപ്പിനെ നമ്മൾ ജനിതക രൂപത്തിൽ എഴുതാണ്. എങ്ങനെ? ടാൾ പ്ലാന്റ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഡി. ബ്ലൂ ഐനെ വേണമെങ്കിൽ ക്യാപിറ്റൽ ബി. ഡോർഫ് പ്ലാന്റ് സ്മോൾ ടി. ഇങ്ങനെ അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജീനോടൈപ്പുകൾ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ടാൾ പ്ലാന്റ് എങ്ങനെ നമുക്ക് എഴുതാം? ക്യാപിറ്റൽ ഡി എഴുതാം. പിന്നെ റൗണ്ട് സീഡ് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ എഴുതാം. റൗണ്ട് സീഡ് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എഴുതാം. റിങ്കിൾഡ് സീഡ് എങ്ങനെ എഴുതാം? സ്മോൾ ആർ. ഇങ്ങനെ അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം ഫോർ എ പെർട്ടിക്കുലർ ട്രൈറ്റ്, ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെത്. അടുത്ത ഹോമോസൈഗസ്, an organism with two identical allele of a gene. A gene എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു അല്ലെ? ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ജീനുകൾക്ക് രണ്ട് ഐഡന്റിക്കൽ ഒരേപോലത്തെ അലീലുകളാണെങ്കിൽ അതിനെ വിളിക്കാം എന്ത്? ഹോമോസൈഗസ്. ഇങ്ങോട്ട് നോക്കൂ, ടാൾ പ്ലാന്റ് ആണ്, രണ്ട് അലീലുകളും ഒരേപോലെ. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോസൈഗസ്. ഇതും ഹോമോസൈഗസ് ആണ്, ഇതും ഹോമോസൈഗസ്. അപ്പൊ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എത്ര അലീലുകൾ ഉണ്ടാകും? രണ്ട് അലീലുകൾ ഉണ്ടാവും. ഈ രണ്ട് അലീലുകളും ഒരേപോലെ ആയാൽ അതിനെ വിളിക്കുന്ന പേര് ഹോമോസൈഗസ്. അത് വ്യത്യസ്തമായാൽ അതിനെ വിളിക്കുന്ന പേര് ഹെട്രോസൈഗസ്. ഡെഫിനിഷൻ നോക്കൂ, an organism with two different allele
ഫോർ എ ക്യാരക്ടർ അല്ലെങ്കിൽ ഓഫ് എ ജീൻ, ഒരു സ്വഭാവത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് അലീലുകൾ വ്യത്യസ്തമായി അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോസൈഗസ്. ഇതെന്താണ് ഹോമോസൈഗസ് ഹെട്രോസൈഗസോ? ഹെട്രോസൈഗസ്. ഇതെന്താണ് ഹെട്രോസൈഗസ്, ഇതെന്താണ് ഹോമോസൈഗസ്. അപ്പൊ ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കണം. എന്താണ് അലീൽ? ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ആണ് അലീൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിചാരിച്ചോ അലീൽ എന്ന് പറഞ്ഞ ഒരു ജീൻ തന്നെയാണെന്ന് വിചാരിച്ചോ? ഓക്കെ. അടുത്ത ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം ആണ് ഫീനോടൈപ്പ്. ഉരുണ്ട കണ്ണുള്ളത്, പിന്നെ കറുത്ത സ്കിന്നുള്ളത്, വെളുത്ത സ്കിന്നുള്ളത്, പിന്നെ ചുരുളം മുടിയുള്ളത്, നീല നിറത്തിലുള്ള കോഴി, വെള്ള നിറത്തിലുള്ള കോഴി, പിന്നെ അങ്ങനെ ധാരാളം ക്യാരക്ടറുകൾ നമ്മളിങ്ങനെ പറയില്ല. ആ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അടുത്ത ജീനോടൈപ്പ്, അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേര്. അത് നമ്മൾ ജനിതക രൂപത്തിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേര് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന എത്ര അലീലുകൾ ഉണ്ടാവും? 2 അലീലുകൾ ഉണ്ടാവും. ആ 2 അലീലുകളും ഒരേപോലെയാണ് ഹോമോസൈഗസ്, വ്യത്യസ്തമായ ഹെട്രോസൈഗസ്. അപ്പൊ ഡെഫിനിഷൻ എന്ന് അറിയിക്കുക, അലീൽ ഇറ്റ് ഈസ് ആൾട്ടർനേറ്റീവ് form of a gene. Phenotype, physical appearance of an organism, അല്ലെങ്കിൽ visible character of an organism is called phenotype. Genetic constitution of an organism is called genotype. An organism with 2 identical allele of a gene, അല്ലെങ്കിൽ for a character, ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 ഐഡന്റിക്കൽ അലീലാണെങ്കിൽ അതിനെ വിളിക്കാം ഹോമോസൈഗസ്. അത് വ്യത്യസ്തമായി an organism with 2 different allele of a gene ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹെട്രോസൈഗസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ വീഡിയോ ലെസണിൽ നമ്മൾ എന്താണ് കുറച്ച് ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളുമാണ്, വളരെ കുറഞ്ഞ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഏകദേശം അരമണിക്കൂറിന്റെ വീഡിയോ ആണ്. ഇതിനകത്ത് കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊന്ന് ഷോർട്ട് ആയിട്ട് പറയുന്നു. അതോടുകൂടി ഈ വീഡിയോ ലെസൺ നമുക്ക് അവസാനിക്കാം. ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് ജനറ്റിക്സ് എന്ന് പഠിച്ചു അല്ലെ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ. ഇൻഹെറിറ്റൻസിനെ കുറിച്ചും വാരിയേഷനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത് ജനറ്റിക്സ്. എന്താണ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി എന്ന് പഠിച്ചു അല്ലെ. എന്താ? പാരമ്പര്യത്തിന്റെ ബേസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് എ ടെൻഡൻസി, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം പാരന്റ്സ് ടു പ്രോജനി. പാരന്റ്സിൽ നിന്ന് പ്രോജനിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് സ്വഭാവങ്ങൾ, അച്ഛനെയും അമ്മയുടെയും സ്വഭാവങ്ങൾ എത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഹെറിഡിറ്റി ഉണ്ടാകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ആനയുടെ കുട്ടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പൂച്ചക്കുട്ടി ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്റി. മനുഷ്യന് പൂച്ചക്കുട്ടി ഉണ്ടാകുന്നില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്റി. മാവിന് എന്തുകൊണ്ട് ചക്ക ഉണ്ടാവുന്നില്ല? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെറിഡിറ്റി. അതിന് അതിൻ്റെതായ പ്രൊഡക്റ്റുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ വേറെ ഡെഫിനിഷൻ പഠിക്കുക ഇൻഹെറിറ്റൻസിന്. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എൻ ഓസ്പ്രിങ് ടു റിസംബിൾ ദ പാരന്റ്. പാരന്റിന്റെ സ്വഭാവങ്ങൾ കാണിക്കാനുള്ള ഓസ്പ്രിങ്ങിന്റെ ടെൻഡൻസിയെ വിളിക്കാം എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. എന്താണ് മക്കളെ പ്രോജനി എന്ന് പറഞ്ഞാൽ? പ്രോജനി നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം ഓസ്പ്രിങ് എന്ന് വിളിക്കാം. പ്രോജനിയെ വേറെ വിളിക്കാം ഓസ്പ്രിങ്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഓസ്പ്രിങ് അല്ലെങ്കിൽ പ്രോജനി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റിനെ നമുക്ക് വിളിക്കാം ക്ലോണുകൾ എന്ന് വിളിക്കാം. അതോടുകൂടി അത് കഴിഞ്ഞു. ഈ രണ്ടാമത് പഠിച്ചു വാരിയേഷൻ. ദ ടെൻഡൻസി ഓഫ് എൻ ഓസ്പ്രിങ് ടു ഡിഫർ ഫ്രം ദ പാരന്റ്. പാരന്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വാരിയേഷൻ എന്ന് പറയുന്നത്. വാരിയേഷൻ 2 കാരണങ്ങളുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്യും. 2 കാരണങ്ങളാണ് വാരിയേഷൻ ഉള്ളത്. ഒന്നാമത്തെ കാരണം മ്യൂട്ടേഷൻ, രണ്ടാമത്തെ കാരണം ക്രോസിംഗ് ഓവർ. ഈ മ്യൂട്ടേഷനെയും ക്രോസിംഗ് ഓവറിന്റെ ഫലമായിട്ടാണ് വാരിയേഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു പഴയ കാലത്തെ ആൾക്കാർക്ക്, അതായത് ബിഫോർ ക്രൈസ്റ്റ് BC കാലഘട്ടത്തിലുള്ള ഏകദേശം 8000 to 1000 BC കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു വൺ ഓഫ് ദ റീസൺ ഫോർ വാരിയേഷൻ വാസ് ഹിഡൻ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. വാരിയേഷന് പ്രധാനപ്പെട്ട കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അങ്ങനെ വാരിയേഷന്റെ ഫലമായിട്ട് അങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന നല്ല വാരിയേഷൻ അവർ സെലക്ട് ചെയ്തു, അങ്ങനെ ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് സഹീവാൾ കൗ, പഞ്ചാബിലുള്ള സഹീവാൾ കൗ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചു. അപ്പൊ സഹീവാൾ കൗ എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചാബ്. അതിനുശേഷം നമ്മൾ ജനറ്റിക് ടേംസ് പഠിച്ചു. ആദ്യത്തെ ടേമാണ് അലീലുകൾ എന്ന് പഠിച്ചു. ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ, ഒരു ജീനിന്റെ മറ്റൊരു രൂപം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് എ ജീൻ ഈസ് കാൾഡ് അലീൽ എന്ന് പറയാം. കുറെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇങ്ങനെ അലീലുകൾ നമ്മൾ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് അത് എഴുതാറുള്ളത്. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എപ്പോഴും മനസ്സിലാക്കുക 2 അലീലുകൾ വേണമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് അലീലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഈ സ്വഭാവങ്ങളെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. അത് നമ്മൾ അലീലുകളുടെ രൂപത്തിൽ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ഓക്കെ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം അത് ജീനോടൈപ്പ് ആണ്. അതിനെ നമ്മൾ വിളിക്കും ടാൾ പ്ലാൻ എന്ന് വിളിക്കും അല്ലെ. ആ ടാൾ പ്ലാൻ മീൻസ് ഇറ്റ് ഇസ് എ ഫീനോടൈപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഒരേപോലെ ആയാൽ അതിന് ജീനോടൈപ്പ് എന്നും, 2 അലീലുകൾ ഡിഫറെന്റ് ആയ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീനെ സൂചിപ്പിക്കുന്ന 2 അലീലുകളും ഡിഫറെന്റ് ആയാൽ അതിന് വിളിക്കുന്ന പേരാണ് ഹെട്രോസൈഗസ് എന്ന് വിളിച്ചു. അപ്പൊ ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലായതിനു ശേഷം മാത്രമേ എപ്പിസോഡ് നമ്പർ 2
മനസ്സിലാക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ വീഡിയോ എൻ്റെ NV ബയോളജി ക്ലാസ്സസിന്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും ഇമെയിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.